നമസ്കാരം, എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. മണ്ണ് പ്രസാദമായി കിട്ടുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതെ, ദക്ഷിണ കർണാടകയിൽ കുമാരധാര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ഒരു നാടിൻ്റെ പേര് തന്നെ സുബ്രഹ്മണ്യപുരം എന്നാണ്. പുരാണ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള മഹത്തരമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കുക്കെ. ഗരുഡൻ്റെ ആക്രമണത്തിൽ നിന്നും വാസുകിയെ രക്ഷിച്ച് സുബ്രഹ്മണ്യ സ്വാമി അഭയം കൊടുത്ത ഇടമാണ് ഈ ഭൂമി. വലിയ ആപത്തിൽ നിന്നും ഇനി നിങ്ങളെ രക്ഷിക്കാൻ മറ്റാരുമില്ല എന്ന് തോന്നിയാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ സ്വാമി നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും, ചേർത്ത് പിടിക്കും. ഉറപ്പാണ്. അനുഭവിച്ച് അറിയേണ്ടതാണ് ആ സ്നേഹം. അമ്പലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് തിരുമേനിയോട് തന്നെ ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് ശൈലേന്ദ്രകുമാറാണ്. എൻ്റെ നാട് ഇവിടെ കാസർഗോഡ് അടുത്താണ്, കേരള കർണാടക ബോർഡറിലാണ്. കുറച്ച് കാലങ്ങളായി ഞാനിവിടെ കുക്കെ സുബ്രഹ്മണ്യ അമ്പലത്തിൽ സർപ്പസംസ്കാര വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത്, പൂജ ചെയ്യുന്നത്. എന്താണ് ഈ അമ്പലത്തിന്റെ വിശേഷത, എന്താണ് പ്രത്യേകത? മലയാളികൾക്ക് ഒട്ടുമിക്ക പേർക്കും ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി വലിയ അറിവും ധാരണയൊന്നും ഇല്ല, കുറവാണ്. മലയാളികൾ കുറച്ച് പേരെ ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ശങ്കരാചാര്യരുടെ കാലത്തിൽ അപ്പോഴുള്ള ഒരു അമ്പലമാണ്, ഒരു 5000 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ആ സമയത്തിൽ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള വീട്ടുകളിൽ നിന്നും സുബ്രഹ്മണ്യേശ്വര സ്വാമിക്ക് വേണ്ട ഈ തേങ്ങയും അരിയും ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പൂജ ഒക്കെ നടത്തി എന്നാണ്. ഇപ്പോൾ ഇത് കർണാടക സംസ്ഥാനത്തിൽ നമ്പർ 1 മുജരായി അമ്പലമാണ്, നമ്പർ 1 ഇൻകമുള്ള അമ്പലമാണ്. ഇവിടെ പ്രധാനമായി നടക്കുന്ന ഉത്സവം ഡിസംബറിൽ കാർത്തിക മാസത്തിൽ ചമ്പാഷഷ്ടി ഉത്സവമാണ് നടക്കുന്നത്. അന്ന് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, നല്ല തിരക്കായിരിക്കും. അവിടെ ഷഷ്ടി ദിവസത്തിൽ ബ്രഹ്മരഥോത്സവമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ സർപ്പസംസ്കാരമാണ്. കൂടുതൽ ആൾക്കാർ വരുന്നത് എന്നും മാസത്തിൽ 26 ദിവസം ഈ പൂജ സർപ്പസംസ്കാരം എന്ന് പറയുന്ന ഈ പൂജ നടക്കും. അത് പ്രധാനമായി ഓൺലൈൻ ബുക്കിംഗ് ആണ്. പിന്നെ താമസിക്കാൻ വരുന്നവർക്ക് ഇവിടെ അമ്പലത്തിൻ്റെ 2-3 ലോഡ്ജ് ഉണ്ട്. അതില്ലെങ്കിൽ പിന്നെ പുറത്ത് പ്രൈവറ്റ് ലോഡ്ജ് ഉണ്ട്. ഇപ്പോൾ ഈ സർപ്പസംസ്കാരം ചെയ്യുന്നത് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഒരു നാഗദോഷ പരിഹാരമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എവിടെ ചെയ്താലും പരിഹാരം കാണാത്ത ഈ നാഗദോഷമൊക്കെ ഈ സുബ്രഹ്മണ്യേശ്വര അമ്പലത്തിൽ വന്നാൽ സർപ്പസംസ്കാരം ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇത് നാഗന്റെ മൂലസ്ഥാനമാണ്, ആദി സുബ്രഹ്മണ്യം. ഈ അമ്പലം ഇപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ദക്ഷിണ കന്നഡ സൗത്ത് കേന്ദ്രയിലാണ്. മംഗലാപുരത്തിൽ നിന്ന് വരാം, അതുപോലെ കാസർഗോഡ് വന്നിട്ട് വരാം, ഇല്ലെങ്കിൽ വയനാട് വഴി മടിക്കേരി സുള്ളിയ വഴി ആയിട്ട് വരാം. അപ്പോൾ ട്രെയിനിലൊക്കെ വരുന്നവർക്ക് മംഗലാപുരമാണ് വരുന്നത്. മംഗലാപുരം വരുന്ന ആ വഴിയാണ് നല്ലത്. അവിടുന്ന് ഇഷ്ടം പോലെ ബസ് ഉണ്ടാവും ഇവിടുത്തെ കുക്കെ സുബ്രഹ്മണ്യ അമ്പലത്തേക്ക്. ട്രെയിൻ അവൈലബിൾ ഉണ്ട്. ബാംഗ്ലൂർ കണ്ണൂർ ട്രെയിൻ അവൈലബിൾ ആണ്. തിരുമേനി, കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് സുബ്രഹ്മണ്യ സ്വാമിനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണോ അതോ നാഗങ്ങളാണോ? നാഗപ്രതിഷ്ഠ, നാഗസർപ്പ സംസ്കാരം എന്നൊക്കെയുള്ള പേരുകളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. അപ്പം ശരിക്കും ഏതാണ് പവർ ആയിട്ടുള്ളത്? ഏത് പ്രതിഷ്ഠയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം? ഇവിടെ 2 അമ്പലങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രധാനമായി മെയിൻ സുബ്രഹ്മണ്യേശ്വര സ്വാമി വലിയ അമ്പലം ആണ്. പിന്നൊന്ന് ചെറിയ അമ്പലം ആദി സുബ്രഹ്മണ്യം. ആദി സുബ്രഹ്മണ്യൻ അമ്പലത്തിൽ പൂജിക്കുന്നത് നാഗനെയാണ്. നാഗന്റെ പുറ്റ് അതാണ് പൂജിക്കുന്നത്. വലിയ അമ്പലത്തിൽ സുബ്രഹ്മണ്യേശ്വര സ്വാമിയാണ് പൂജിക്കുന്നത്. സുബ്രഹ്മണ്യേശ്വര സ്വാമി അമ്പലത്തിൻ്റെ ഉള്ളിൽ മഹാഗണപതിയും ശിവനും പിന്നെ ഹൊസളികമ്മ എന്ന് പറഞ്ഞിട്ട് ഈ നാടിനൊക്കെ രക്ഷിക്കാനുള്ള ഒരു ദേവിയാണ്. അപ്പോൾ അവിടെ സുബ്രഹ്മണ്യേശ്വര സ്വാമിയാണ് പൂജ ചെയ്യുന്നത്. പ്രധാനമായിട്ട് സുബ്രഹ്മണ്യേശ്വര സ്വാമിക്കാണ് രഥോത്സവവും പിന്നെ ചമ്പാഷഷ്ടി ഉത്സവമൊക്കെ നടക്കുന്നത് സുബ്രഹ്മണ്യേശ്വര സ്വാമിക്കാണ്. പിന്നെ ചെറിയ അമ്പലമാണോ ഫസ്റ്റ് വന്നത് അല്ലെങ്കിൽ മറ്റേ അമ്പലമാണോ? ആദി സുബ്രഹ്മണ്യാണ് ആദ്യമായിട്ട് വന്നത്, ആദി സുബ്രഹ്മണ്യ അമ്പലം. അതെ, നാഗത്തിന്റെ. പിന്നെ അവിടെ കുക്കെ ലിംഗ എന്ന് പറയുന്ന കുറേ കാലം മുമ്പ് അവർക്ക് 2 പേര് ഈ കുക്കെ എന്ന് പേര് വരാനുള്ള കാരണം അവർ 2 പേരാണ്. കുക്കെയും ലിംഗ എന്ന് പറയുന്ന 2 ആൾക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് ആ കുക്കെ എന്ന് പറയുന്ന ഒരു പേര് വന്നത് അങ്ങനെയാണ്. അവരാണോ കണ്ടുപിടിച്ചത്? ആദിവാസി സമൂഹത്തിൽ കുക്കെ ലിംഗാണ്. ഇപ്പോഴും അവിടെ കുക്കെ ലിംഗ ദേവർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് അല്ല, ഇവിടെ അമ്പലത്തിന്റെ ഉള്ളിൽ ഈ സുബ്രഹ്മണ്യേശ്വര സ്വാമി അമ്പലത്തിൽ ഈ പ്രധാനമായിട്ട് 2 അമ്പലമാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സുബ്രഹ്മണ്യേശ്വര സ്വാമിയും പിന്നെ ഒരു ആദി സുബ്രഹ്മണ്യം അമ്പലമാണ്. പക്ഷേ ആ സുബ്രഹ്മണ്യേശ്വര സ്വാമി വലിയ അമ്പലത്തിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പ്രൈവറ്റായിട്ട് സ്വകാര്യമായ ഒരു മഠമുണ്ട്, സമ്പുട നരസിംഹസ്വാമി മഠം. അവിടെയും സർപ്പസംസ്കാരം നടക്കുന്നു. പക്ഷെ കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെയാണ്. നാഗന്റെ മൂലസ്ഥാനമായതുകൊണ്ട് സുബ്രഹ്മണ്യേശ്വര സ്വാമി അമ്പലത്തിൻ്റെ ആണ് സർപ്പസംസ്കാരം നടക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നത്. സമ്പുട നരസിംഹസ്വാമി അത് പ്രൈവറ്റാണ്.
അത് ഒരു സ്വാമിജി ഒരു പ്രൈവറ്റ് ആയിട്ട് അവർ നടത്തുന്നതാണ്. അത് പ്രത്യേകമായിട്ട് രണ്ടും വേറെയാണ്. ഒന്ന് ഗവൺമെന്റിനാണ്, പ്രൈവറ്റ് ആണ്. അതിന് ഒരു കണക്ഷനും ഇല്ല രണ്ടിനും. അപ്പോൾ ആൾക്കാർക്ക് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഇതാണ് നല്ലത്. ഇവിടെ കുക്കെ സുബ്രഹ്മണ്യ ആദി സുബ്രഹ്മണ്യ അമ്പലത്തിൽ അടുത്തുള്ള യാഗശാലയിൽ ചെയ്യുന്നതാണ് കൂടുതൽ അതിന്റെ പരിഹാരം കിട്ടും. പിന്നെ ഒരു നരസിംഹമൂർത്തിയുടെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ടല്ലോ അമ്പലത്തില്. സോ അവിടെ എന്താണ് പ്രാധാന്യം? അത് നരസിംഹമഠത്തിന്റെ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ പ്രൈവറ്റ് അമ്പലം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഉള്ളിലുള്ളതാണ് സമ്പൂർണ്ണ നരസിംഹസ്വാമി മഠം എന്നാണ് അതിന്റെ പേരെന്ന്. അപ്പോൾ അവർക്കും അത് രണ്ടും ഒന്ന് മുജറായി അമ്പലത്തിന്റെ ഉള്ളിലാണ് മഠമുള്ളത്. അപ്പൊ ചില ആൾക്കാർക്ക് തെറ്റിദ്ധരിച്ച് അതും ഇതും എല്ലാം രണ്ടും ഒന്നായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ കുക്കെ സുബ്രഹ്മണ്യേശ്വര സ്വാമി അമ്പലവും സമ്പൂർണ്ണ നരസിംഹസ്വാമി അമ്പലം രണ്ടും വേറെ വേറെയാണ്. പക്ഷേ എല്ലാം ഒന്നിന്റെ ഉള്ളിൽ എല്ലാം ഒരേ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ സുബ്രഹ്മണ്യേശ്വര സ്വാമി അമ്പലത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ മഠമുള്ളത്. സോ അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. തിരുമേനി, നമ്മൾ ഈ അമ്പലത്തിനെ പറ്റി കേട്ടപ്പോൾ തന്നെ ഫസ്റ്റ് കേട്ടത് മണ്ണ് പ്രസാദമായി കിട്ടുന്ന ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അത് കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണെന്നാണ്. എന്താണ് ഈ മണ്ണ് കൊടുക്കുന്നതിന്റെ പ്രാധാന്യം? എങ്ങനെയാണ് മണ്ണ് കൊടുക്കുന്നത്? എന്തിനാണ് കൊടുക്കുന്നത്? എന്ത് മണ്ണാണ് കൊടുക്കുന്നത്? ഇവിടെ പുറ്റ് അതിന്റെ മണ്ണാണ് പ്രസാദ രൂപത്തിൽ കൊടുക്കുന്നത്. അതായത് സർപ്പത്തിന്റെ പുറ്റിലെ ആ മണ്ണാണ്. അത് ഇവിടെ ഉത്സവം നടക്കുന്ന ആ സമയത്തിൽ ഡിസംബർ കാർത്തിക മാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. ആ സമയത്തിൽ ഷഷ്ടി ദിവസത്തിൽ അന്ന് വലിയ തിരുമേനി, വലിയ അമ്പലത്തിലെ തിരുമേനി മണ്ണെടുത്തിട്ട് ഒരു വർഷത്തേക്ക് എത്ര ഭക്താദികൾ കൊടുക്കാനുള്ള മണ്ണൊക്കെ ആ ഒരു ദിവസത്തെ നടയൊക്കെ അടച്ച് ആ മണ്ണ് എടുക്കുന്ന അന്നാണ് എടുക്കുന്നത്. ആ മണ്ണിന്റെ പ്രാധാന്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരീരത്തൊക്കെ തേച്ചാൽ നമുക്ക് സ്കിൻ അലർജിയൊക്കെ മാറി കിട്ടും. പിന്നെ മുഖത്തേക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ തേക്കാം. ചന്ദനത്തിൽ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് തേച്ചാൽ സ്കിൻ അലർജിക്ക് പരിഹാരം കിട്ടും. പിന്നെ സന്താനപ്രാപ്തി കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആ മണ്ണ് പ്രസാദ തീർത്ഥത്തിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് അതിന് ഓരോ ടീസ്പൂൺ രാവിലെ കുടിച്ചാൽ ഭാര്യയും ഭർത്താവ് കുടിച്ചാൽ അതിന് നല്ല ഫലം കാണും. മണ്ണ് പ്രസാദത്തിന്റെ അതെ, അത് വിശ്വാസമാണ്. പിന്നെ തേങ്ങ മുട്ടിറക്കുന്ന ചടങ്ങുണ്ടെന്ന് തോന്നല്ലേ ഇവിടെ? തേങ്ങ പൊട്ടിക്കുന്ന ഹണ്ണുക്കായി എന്ന് പറയാം. അത് കന്നഡ ഭാഷയിൽ ഹണ്ണുക്കായി എന്ന് പറയാം. ആദി സുബ്രഹ്മണ്യ അമ്പലത്തിലാണ് നടക്കുന്നത്. അത് ഞങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശമൊക്കെ പ്രാർത്ഥിച്ചിട്ട് തേങ്ങ ഉടച്ചാൽ ഇവിടെ ആദി സുബ്രഹ്മണ്യേശ്വര സ്വാമിക്ക് ഉടച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ഏകദേശം നടക്കും. അതുപോലെ വലിയ അമ്പലത്തിലുള്ള ഹൊസലികമ്മ, അവിടെ കുങ്കുമാർച്ചനയാണ് പ്രധാനം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന ഒക്കെ ചെയ്തിട്ട് അവിടെ തിരുമേനിയോട് പറഞ്ഞാൽ അവിടെ ആർത്തിയൊക്കെ ചെയ്ത് ഹൊസലികമ്മന് പൂജിക്കും. കുങ്കുമ പ്രസാദമായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ നടക്കും. ഞങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ നടക്കും.